ഞാൻ ഈ 17 കൊല്ലം എന്ന് പറഞ്ഞാൽ കുറേ കാലം കുട്ടികളെ ഇതായത് ജിമ്മിൽ വരുന്ന പുതിയ അത്ലറ്റ്സ് ഉണ്ടാവും. അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ അതൊരു എനിക്കൊരു ഭയങ്കര ലഹരിയായിരുന്നു അത്. എന്താ വെച്ചാൽ നമ്മൾ എല്ലാ കൊല്ലവും 3 ടൈറ്റിലും നമ്മളാണ് അടിക്കുക. അതായത് ലൈറ്റ് കോമ്പറ്റീഷൻസ് ഉണ്ടെങ്കിലും സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എൻ്റെ ജിമ്മാണ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ശരി. അങ്ങനെ അതെൻ്റെ ഒരു ഞാൻ തുടങ്ങുമ്പോൾ അതായത് എൻ്റെ സാറ് അങ്ങനെയായിരുന്നു എനിക്ക് കാണിച്ചു തന്നത് അങ്ങനെയാണ്. അപ്പോൾ അവർ ഫസ്റ്റായിട്ട് ഞാൻ കാണുന്നത് അവർ 3 ടൈറ്റിൽ അടിച്ച് നിൽക്കുന്നതാണ്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യൽ എൻ്റെ ഒരു അഭിമാന പ്രശ്നമായിരുന്നു. അപ്പോൾ അത് എല്ലാ കൊല്ലവും നമ്മളത് കീപ്പ് ചെയ്തിരുന്നു. ഒരു 10, 12 കൊല്ലം നമ്മൾ തന്നെയായിരുന്നു 3 ടൈറ്റിലും ശരി. ചാമ്പ്യൻഷിപ്പും എല്ലാം അടിച്ചിരുന്നത്. അപ്പോൾ അത് ആ ഒരു സമയം ഞാൻ അങ്ങനെ നീക്കിപ്പോയി. ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്നതിലും ഇതാക്കുന്നതിലും. അപ്പോൾ എനിക്ക് അച്ചീവ് ചെയ്യുന്നത് ഞാൻ ഒരു മിസ്റ്റർ കേരള ഞാൻ അടിച്ചത് എനിക്ക് ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ട് ഞാൻ കുറേ കാലം ഇതാണ്. പക്ഷേ മിസ്റ്റർ ഇന്ത്യയിലേക്ക് ട്രെയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കൂടെ നല്ല ട്രെയിനർ ഇല്ലാത്തതിൻ്റെതും പിന്നെ എനിക്കൊരു ക്രിക്കറ്റ് ടീമുണ്ട്. അതുപോലെ ക്രിക്കറ്റ് പ്ലെയർ കൂടിയല്ലേ? ആ ആ അപ്പോൾ ആ ഒരു ക്രിക്കറ്റ് ടീം ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ഞാൻ കുറച്ചും കൂടെ ഇവിടെ കാലിക്കറ്റിൽ ഈ ക്രിക്കറ്റ് സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് പിന്നെ ഹാർഡ് ടെന്നീസ് ബോളും ഇതേപോലെ തന്നെയായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ മാതിരി പുറത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ ടീം അധികം തലശ്ശേരിയിൽ നിന്നും അവിടെ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ തോൽപ്പിച്ച് പോകലായിരുന്നു. നമ്മളെ നാട്ടുകാരെ തോൽപ്പിച്ച് പോകലായിരുന്നു അധികം അത്. അപ്പോൾ അത് അങ്ങനെ ഒരു ടീം ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത് അവരെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വേറെ തന്നെ ഒരു ഗ്രൗണ്ടിലും നമ്മൾ ഏത് ബോളിലാണോ ടൂർണമെൻറ്റ് വരുന്നത് ആ ബോളിൽ പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്തെടുത്തു ഇവിടെ. അങ്ങനെ ആ ടീം നമ്മൾ ഓൾ ഇന്ത്യ ബെസ്റ്റ് ടീമായിട്ട് മാറി. ശരി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ ക്രിക്കറ്റും ഈ ബോഡി ബിൽഡിംഗ് കോച്ചിങ്ങും എല്ലാം കൂടി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് എനിക്ക് ഇതേ സ്പിരിറ്റ് ക്രിക്കറ്റിലും ഉണ്ടായിരുന്നതുകൊണ്ട് അത് ആ ഒരു സമയം പോയതറിഞ്ഞില്ല. ഞാൻ കളിക്കുന്നതൊക്കെ ചെറിയ കുട്ടികളെ കൂടിയാണ്. അപ്പോൾ എനിക്ക് ഏജ് ആയിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര രസമായിട്ട് പോയി. പിന്നെയാണ് ഞാൻ ട്രെയിനിങ് എന്തായാലും വർക്കൗട്ട് എന്തായാലും എപ്പോഴും ചെയ്യും. ഒരു ചെറിയ രീതിയിലാണെങ്കിലും എപ്പോഴും ജിമ്മ് ടച്ച് ചെയ്യും. അങ്ങനെ വർക്കൗട്ടില്ലാണ്ട് നടക്കുക ഞാൻ അങ്ങനെ ബാക്കിയുള്ളവരമാതിരി തടിച്ച് വീർത്ത് പോവുക അങ്ങനത്തെ ഒരു ഇതേ എൻ്റെ എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമേ എൻ്റെ. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ കുറേ കാലം പോയി. പെട്ടെന്നാണ് പിന്നെ എൻ്റെ ജിമ്മിലായിരുന്നു ആദ്യം അനിൽ വർക്കൗട്ട് ചെയ്തിരുന്നു. എൻ്റെ ഇപ്പോഴത്തെ കോച്ചിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അനിൽ രണ്ടാമത് ഞാൻ പപ്പായി എന്ന് പറഞ്ഞിട്ടൊരു ജിമ്മുണ്ടായിരുന്നു സലീസിന് എൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അവിടെ ഞാൻ വർക്കൗട്ടിന് പോകും. ഇതായിട്ട് കാണുമ്പോൾ അവിടെ ട്രെയിനറായിട്ടുണ്ടായിരുന്നു അനിൽ. അപ്പോൾ അനിൽ ഞാനും ഇങ്ങനെ സംസാരിക്കും. നമ്മളിങ്ങനെ ഓനെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് തിരിച്ച് രണ്ടാമത് ചെയ്തുകൂടെ. അപ്പോൾ അവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ അവൻ്റെ ഒരു പ്രൊഫഷണൽ ടച്ചോ അവൻ്റെ വർത്തമാനത്തിൽ എപ്പോഴും കേൾക്കാം. ആൾ ഭയങ്കര ബിൽട്ടോ ഇതൊന്നുമല്ല. പണ്ടൊക്കെ എല്ലാവരും അധികം ആൾക്കാരും ഭയങ്കര ബോഡി ബിൽഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ട്രെയിനിങ്ങിന് വരും. ഇപ്പോഴായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ ഇവൻ്റെ നോളജിനാണ് ഞാനിത് കൊടുത്തത്. ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് ഇത് കിട്ടി, വൈബ് കിട്ടി അവൻ്റെ അടുത്ത് നിന്ന്. പിന്നെ അവൻ്റെ ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴായാലും അവൻ സംസാരിക്കുന്ന രീതി തന്നെ ഭയങ്കര പ്രൊഫഷണലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും ചെയ്തൂടെ സുമേഷേട്ടാ രണ്ടാമത് ചെയ്തൂടെ. ഓൻ ചെയ്യിക്കാമെന്നല്ല കേട്ടോ എൻ്റെ അടുത്ത് ചെയ്തൂടെ എന്നത്. ഞാൻ എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് വണ്ടിയിൽ നിന്ന് വീണ്. ഓക്കെ. ഒന്ന് വണ്ടിയിൽ നിന്ന് വീണ് എൻ്റെ ഷോൾഡർ ചെറിയൊരു ക്രാക്ക് വന്ന് അത് കുറച്ച് കാലം 2 മാസം ഞാൻ സ്ലിങ് ഇട്ടിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതെൻ്റെ ഷോൾഡറിൻ്റെ മൊബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അനിൽ എന്നെ ചെയ്യിച്ചിട്ട് എൻ്റെ ഇത് ഷോൾഡറിന് ആ ഒരു ചെറിയൊരു മൊബിലിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നതൊക്കെ മാറ്റി തന്നു. അങ്ങനെ മാറ്റി ആ സമയത്ത് തന്നെ ഞാൻ ചോദിച്ചു അല്ല എന്നാൽ നമുക്ക് തുടങ്ങല്ലേ രണ്ടാമത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഏതാ വർഷം ഓർമ്മയുണ്ടോ? 2018 18. ഓക്കെ. 2018 രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ച് അങ്ങനെ ഞാൻ ചെറിയൊരു പ്രോഗ്രാം ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതാക്കിയപ്പോൾ പുഷൊന്നും അങ്ങോട്ടേക്ക് ആവുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട് മനസ്സിലുണ്ടെങ്കിലും കൂടെ ഞാൻ എൻ്റെ രീതിയിൽ പുഷ് ചെയ്യും. ഇതാവും ചെറിയ ഇഞ്ചുറി വരും. ക്രിക്കറ്റും ഇതൊക്കെ കളിച്ച് ടെന്നീസ് എൽബോ, ഗോൾഫേഴ്സ് എൽബോ, നീ ഡാമേജാണ്. എല്ലാം ജോയിൻറ്റും ഇതായി കിടക്കുക. അപ്പോൾ എന്നാലും എൻ്റെ അടുത്ത് കളി നിർത്താനോ ഇതാക്കാനോ ഒന്നും എൻ്റെ കോച്ച് അനിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ക്രിക്കറ്റ് കളിയും തുടർന്ന് ഈ ബോഡി ബിൽഡിങ്ങും എൻ്റെ ട്രെയിനിങ്ങും ഇതാക്കി തുടങ്ങി. ഞാൻ എൻ്റേതായിട്ടുള്ള പഴയ സ്റ്റൈലിൽ നമ്മളെ പുഷും നല്ല ഹെവി ആയിട്ട് പുഷ് ചെയ്യും ഇതാക്കും. അങ്ങനെ ആ കുറച്ച് കാലം എൻ്റെ ഫ്രീഡത്തിൽ വിട്ട് എൻ്റെ പുഷിൻ്റെ സ്റ്റൈലും ഇതൊക്കെ ആക്കിയിട്ട്. പിന്നെ ആൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സ്റ്റൈൽ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. നമുക്കൊന്ന് ഫസ്റ്റ് മുതൽ പിന്നെയും തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം അപ്പോഴത്തേക്ക് 5-6 മാസം കഴിഞ്ഞിട്ടുണ്ട്. ശരി.
അപ്പോൾ അപ്പോഴത്തെ മനസ്സിലൊക്കെ നമ്മളെ മനസ്സിൽ ഒരു 6 മാസം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രിപ്പറേഷൻ്റെ ടൈമാണ്. എല്ലാവരും 6 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് പണ്ടും അങ്ങനെ തന്നെയാണ്. ലോങ് ടേം പ്രിപ്പറേഷൻ ഒന്നും ഇല്ല, ആർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊന്നല്ല, നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാവുന്ന കൂടെ ഇതാക്കിയിട്ട് എൻ്റെ അടുത്തൊന്ന് മൈൻഡ് സെറ്റ് ചെയ്യണം, നിങ്ങൾ ആരടുത്തും അടി ഉണ്ടാക്കാൻ പോകരുത്. ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചോ കുഴപ്പമില്ല, എന്നാലും ശ്രദ്ധിക്കണം, ഇഞ്ചുറി വരാണ്ട് ശ്രദ്ധിക്കണം, വണ്ടിയിൽ സ്പീഡിൽ പോകരുത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. ഞാനത് ഒരു സാധനം കേട്ടാൽ പിന്നെ അതങ്ങനെ ഇതാവുള്ളൂ. ഇപ്പോഴും ഞാൻ പോവുക 40 കിലോമീറ്ററിന് മേലെ വണ്ടിയിൽ പോകില്ല സ്പീഡിൽ. പിന്നെ ഇതുപോലെ ആരും തല്ലുകൂടാൻ പോകില്ല, അടി ഉണ്ടാക്കൂല. ഒന്നുമില്ല. എന്താ വെച്ചാൽ അടി ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ഓരോ കോളറിന് പിടിച്ചാൽ വരെ നമ്മളെ ഷോൾഡറിന് ഇഞ്ചുറി വരും, അങ്ങനത്തെ ചെറിയ ചെറിയ ഇത്. അപ്പോൾ അങ്ങനെ അടി ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് മാത്രമല്ലല്ലോ, ഇങ്ങോട്ടായാലും പരിക്ക് പറ്റാമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെച്ച് ഞാൻ മൈൻഡ് ഫുൾ സെറ്റാക്കി. അങ്ങനെ ഞാൻ രണ്ടാമത് പിന്നെയും നമ്മളെ പുഷിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റി ഫസ്റ്റ് മുതൽ പിന്നെയും തുടങ്ങി. അവിടുന്ന് മെല്ലെ മെല്ലെ എൻ്റെ ഇഞ്ചുറി ഓരോന്ന് ഹീലാവാൻ തുടങ്ങി, ആ പുഷിൻ്റെ സ്റ്റൈൽ മാറിയപ്പോൾ തന്നെ. എന്നിട്ട് നമ്മൾ രണ്ടാമത് മെല്ലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. ആ സമയത്ത് അപ്പോൾ കൊറോണ വന്നു. 2019. കൊറോണ വന്ന് നമ്മളതിൻ്റെ അടുത്ത കൊല്ലത്തേക്കായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്, കോമ്പറ്റീഷൻ ഇറങ്ങുക ഏതാന്നുള്ളത്. അപ്പോൾ ഒരു 2 കൊല്ലത്തിനടുത്ത് ഞാൻ ഈ ജിമ്മിൻ്റെ അകത്ത് ഞാനും അനിലും മാത്രമായിട്ട് കുറേ കാലം പുഷ് ചെയ്തിട്ട് ഇങ്ങനെ പോയി. നമ്മളെ ഇഞ്ചുറി ഹീലാക്കാനും നമ്മളാ ഒരു ബേസ് ഫ്രെയിം ഡെവലപ്പ് ചെയ്യാൻ. ബാക്കി എല്ലാവരും അധികം എന്താ വെച്ചാൽ കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഫെയിലിയറാണ്. ഒരു 99% ഫെയിലിയറാണ് ഉണ്ടാവുക. പിന്നെ പോരാത്തതിന് അധികം കംബാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ഇയേഴ്സ് ഗ്യാപ്പ് 6 ഇയേഴ്സ് ഗ്യാപ്പിലൊക്കെയാണ് അധികവും അതെ. കംബാക്ക് വന്നിട്ടുള്ള ആകെ ഒരു ജയ് കട്ട്ലറൊക്കെയാണ് ഇൻ്റർനാഷണലി അങ്ങനെ ഒരു കംബാക്കിൽ ജയിച്ചിട്ടുള്ള ഒരാൾ. ബാക്കിയുള്ള അധിക കംബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫെയിലിയർ, 100% ഫെയിലിയർ തന്നെയാണ്. അപ്പോൾ നമ്മളിത് അതുമല്ല, 17 ഇയേഴ്സ് ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ബിഗിനറായി. ബിഗിനറും ആണ്, പോരാത്തതിന് എൻ്റെ ഏജ് ഫാക്ടർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരിക്കലും ഞാൻ ആ കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ മാതിരി എനിക്ക് തോൽവി എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ തോറ്റോട്ടെ, പക്ഷേ ആൾക്കാർ കണ്ടാൽ പഴയതിനെക്കാട്ടി ഞാൻ അടിപൊളിയായിട്ടാണ് തിരിച്ചു വന്നതെന്നുള്ള പറയണം എന്നുള്ള ഭയങ്കര വാശിയായിരുന്നു. അതങ്ങനെ വരാൻ പാടില്ല, എത്ര ടൈം എടുത്താലും വേണ്ടില്ല. അങ്ങനെ നമ്മൾ 2 കൊല്ലം ജിമ്മിൻ്റെ അകത്ത് ഒരു കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതായത് ഫസ്റ്റ് മിസ്റ്റർ കോഴിക്കോട് മുതൽ തന്നെ തുടങ്ങണ്ടേ. അപ്പോൾ ആ മിസ്റ്റർ കോഴിക്കോടിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്കും കൊറോണ ആയിട്ട് കോമ്പറ്റീഷൻ ഇല്ലാണ്ടായി. അങ്ങനെ നീട്ടി വെച്ചിട്ട് എനിക്ക് നല്ലൊരു സ്റ്റേജ് കിട്ടിയില്ല കാലിക്കറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വന്ന് 2022 മിസ്റ്റർ കാലിക്കറ്റ് വന്ന് ചെറിയൊരു സ്റ്റേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു കോമ്പറ്റീഷൻ. നല്ല രീതിയിൽ ഞാൻ തിരിച്ചു വന്ന് ആൾക്കാർക്ക് എല്ലാവരും എന്താണിത്, കുറേ പേരെൻ്റെ ബ്രദറിൻ്റെ അടുത്തും ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ മൂപ്പർക്ക് പ്രായമായില്ല, ഈ പ്രായത്തിൽ വന്നിട്ട് എന്താക്കാനാണ് എന്നൊക്കെ ചോദിച്ച കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ അടുത്ത് ഈ ട്രെയിനറെ സെലക്ട് ചെയ്തതിന് കുറേ കോൾസ് വരും. എന്താണ് ഈ ആളെ നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, നിങ്ങൾ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരാളല്ലേ, അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഇത്രയും ഇതായിട്ടുള്ളൊരു മസിലില്ലാത്തൊരു ട്രെയിനറെ നിങ്ങൾ സെലക്ട് ചെയ്യുക. മസിൽ വെച്ചിട്ടാ സംബന്ധിച്ച് ട്രെയിനേഴ്സിന്റെ ഇപ്പോഴായാലും ഭയങ്കര എപ്പോഴെങ്കിലും PT ഇതെന്നൊക്കെ പറഞ്ഞു പ്രൊഫഷണൽ ബിൽഡേഴ്സ് അധികവും കുറച്ചൊരു മസിൽ കണ്ടിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ ആയിരിക്കും പോവുക, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കോമ്പറ്റീഷൻ ആവട്ടെ, സ്റ്റേജിൽ എത്തിയതിന് ശേഷം നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞു. അങ്ങനെ 2022 മിസ്റ്റർ കാലിക്കറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഇതായി, ഒന്ന് ഞെട്ടി. സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടാണ് സുമേഷ് ചേട്ടാ നിങ്ങൾ തിരിച്ചു വന്നത് എന്നൊക്കെ പറഞ്ഞ്. ആ കൊല്ലം 2022 മിസ്റ്റർ കേരള വന്ന്. മിസ്റ്റർ കേരള ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ്. എന്താ വെച്ചാൽ ഞാൻ സെലക്ട് ചെയ്ത ഇത് അസോസിയേഷൻ അന്നത്തെ മാതിരി ഇപ്പം നമുക്ക് ഒറ്റ അസോസിയേഷൻ അല്ല, സെലക്ട് നല്ല അത്ലറ്റ്സ് ഏതിലാണ് ഉള്ളത് എന്നുള്ള ഞാൻ നോക്കിയിട്ടാണ് അപ്പോൾ നോക്കുമ്പോൾ പ്രസൻറ്റ് ചാമ്പ്യൻസ് ഒക്കെ ഉള്ള അസോസിയേഷൻ ആയിരുന്നു ഞാൻ പോയത്, NPC എന്ന് പറഞ്ഞിട്ട്. അതിൽ പോയി കോമ്പറ്റ് ചെയ്ത് ഭയങ്കര. അന്ന് ഞാൻ പോയപ്പോൾ അവിടെ വെയിങ്ങിൻ്റെ സമയം ഞാൻ പോയപ്പോൾ എല്ലാവരും ഈ ചാമ്പ്യൻസിൻ്റെ ബാക്കിലാണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാനായിക്കോട്ടെ എല്ലാവരും ഞാൻ അങ്ങനെ നോക്കി നിൽക്കുക, എന്നെ ആരും അറിയില്ല, എന്നെ സത്യമായിട്ടും എല്ലാവരും മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ അതൊക്കെ കണ്ട് ഞാനും എൻ്റെ കോച്ചും ഇങ്ങനെ കാണുക, എല്ലാവരും കാണുക. നമ്മളൊക്കെ ഇങ്ങനെ സാധാരണ സൈഡിൽ ഇങ്ങനെ വിഷമയോ? അതെ 100% വിഷമമായോന്നോ. ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇത് അടുത്ത കൊല്ലം എന്നല്ല, ഈ സ്റ്റേജ് മുതൽ മാറൂ,
അല്ലേ നമുക്ക് മാറ്റണോ. അപ്പം അങ്ങനെ കോമ്പറ്റീഷനായി സ്റ്റേജിൽ കയറി ഇതായപ്പോൾ എല്ലാവരും ആ അത്ലറ്റ്സിനായിരുന്നു. ആ 2 അത്ലറ്റ്സ് ഉണ്ട്, മെയിൻ അത്ലറ്റ്സ്. അപ്പോൾ അവരെ കോമ്പറ്റീഷൻ കാണാൻ, അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ കാണാനാണ് ആൾക്കാർ വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് വന്ന് അവിടെ ഉള്ള ആൾക്കാർ അത്രയും നേരം അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ സ്റ്റേജ് പെർഫോമൻസിൽ നമ്മളെ സൈഡിലേക്ക് മാറുക. ഇങ്ങനെ മാറുന്നത് ഇങ്ങനെ അറിയുക. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു ചാർജ്. ആ കൊല്ലം ഞാൻ തോറ്റിട്ടോ. 2022 മിസ്റ്റർ കേരള ഞാൻ ഫൈനലിൽ റണ്ണറപ്പ് ആയതാണ്. പക്ഷെ ഒരു ഫാൻസ് കിട്ടും അല്ലാതെ. അപ്പം ഫാൻസ്, ജെനുവിൻ ഫാൻസും ഇതുമാണ്. കേരളം മുഴുവൻ ഇത് ഇങ്ങനെ ഒരാൾ തിരിച്ചു വന്നു എന്നുള്ളൊരു ഇതെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് എല്ലാവരും എടുത്ത് കിട്ടിയതും. ഫീഡ്ബാക്കൊക്കെ കിട്ടിയത് അടിപൊളിയായിട്ടാണ് മുമ്പ് തിരിച്ചു വന്ന്, ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. അപ്പോൾ അത് പിന്നെ അടുത്ത കൊല്ലം മുതൽ, അപ്പോൾ അതെൻ്റെ ഒരു ബേസ് ഫ്രെയിമായിരുന്നു. അപ്പോൾ ബേസ് വെച്ചിട്ട് ഇത്രയും കൊല്ലം പുഷ് ചെയ്ത ആൾക്കാരെ എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി ഞാൻ ഇനിയും ഗ്രോ ചെയ്യും. എൻ്റെ ഗ്രോത്ത് നിന്നിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് ഇനി കോമ്പറ്റ് ചെയ്യണോ. പറ്റും. അപ്പോൾ നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്ററിൻ്റെയും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും നമ്മളെ ശരീരത്തിൻ്റെ എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ ഭംഗിയാണ്. അപ്പോൾ നല്ല ഭംഗി, വെയ്റ്റ് സൈസ് ചെറുതായിട്ട് ഭയങ്കര ഭംഗിയാണെന്നാണ് എല്ലാവരും പറയൽ. എനിക്കറിയാം, അവർ ജനറ്റിക്കലി കിട്ടിയത്. അപ്പോൾ അത് കീപ്പ് ചെയ്തുകൊണ്ട് വേണം, നമ്മളെ ഫ്രെയിം അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ട് വേണം വലുതാക്കാൻ എന്നുള്ള ഇതിൽ തന്നെ ആ ഒരു ഇത് തലയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തതും. അപ്പോൾ അത് അതേപോലെ തന്നെ ആ ശരീരം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ വലുതാക്കിയിട്ടാണ് നമ്മൾ സ്റ്റേജിൽ കൊണ്ട് വെക്കുന്നത് ഓരോ കൊല്ലം. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ 2023 മിസ്റ്റർ കേരള, 23 മിസ്റ്റർ ഇന്ത്യ ടൈറ്റിൽ, പിന്നെ 23 മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ ടൈറ്റിൽ, പിന്നെ 24 മിസ്റ്റർ കേരള. അത് 24 മിസ്റ്റർ കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഭയങ്കര ഇതായിട്ടുള്ള മിസ്റ്റർ കേരളയായിരുന്നു. എന്താ വെച്ചാൽ എന്നെ 22 തോപ്പിച്ച ആൾക്കാരായിട്ടായിരുന്നു ആ കൊല്ലം പിന്നെ രണ്ടാമത് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോൾ അതെല്ലാവരും ഇന്ന് വരെ വരാത്തൊരു ജനമായിരുന്നു അവിടെ വന്നതും പിന്നെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്നതും ഒക്കെ. നമ്മൾ തമ്മിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ കാണുക, അത് ആ ടൈറ്റിൽ ഞാൻ അടിച്ചപ്പോൾ അത് എന്താ വെച്ചാൽ ഒരു ചരിത്രമായി മാറി. അത് ഈ ഒരു ഏജിൽ എൻ്റെ 40 വയസ്സായപ്പോൾ പറയുന്ന സംഭവം ഏജാണ്. നിങ്ങൾ കോമ്പറ്റ് ചെയ്യുന്ന അത്ലീസ്റ്റ് എത്ര പറയാനുണ്ടാവും? 25-30 വയസ്സ് മാക്സിമം, റൈറ്റ്? അപ്പോൾ അതൊക്കെ നല്ല പീക്ക് ടൈമാണ് ബോഡി ബിൽഡിങ്ങിൻ്റെ. അപ്പം ഏറ്റവും ഗ്രോ ചെയ്യുന്ന ഏജാണ്. അപ്പോൾ ആ ഏജിലുള്ള ആൾക്കാരെ നമ്മൾ അവരായിട്ട് പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അവരെ മേലെ ഒരു പടി മേലെ നമ്മൾ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഫീലാണ്. അത് അവർക്ക് നല്ല ജലസായിരിക്കും. അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ബാക്കി ഇത് കണ്ടിട്ട് കുറേ പേര് ഇപ്പോൾ രണ്ടാമത് ഫിറ്റ്നസ്സിലേക്കും അവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഏജിലുള്ള ആൾക്കാരും ചെറുപ്പക്കാരും എല്ലാ ഇതിലുള്ള ഫാൻസും എനിക്കുണ്ട്. അപ്പോൾ ഈ ആൾക്കാരെല്ലാവരും തിരിച്ചു വരാനുള്ള ഒരു പ്രിപ്പറേഷൻ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ടിട്ട് ഇൻസ്പയർഡായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഇല്ല, ആക്ച്വലി അത് വേണം. ഇത് ഈ ബോഡി ബിൽഡിങ്ങിൽ ഫിറ്റ്നസ് പ്രായമില്ല. അതെ, നമുക്കിത് എത്രത്തോളം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് 25-ാമത്തെ 30-ാമത്തെ വയസ്സിൽ നിർത്തണം. സുമേഷ് ഭായിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒരു ജേർണി, അത് ആ ടൈമിൽ തുടങ്ങിയ സമയത്ത് ട്രെയിനിങ്ങും ഇപ്പോഴത്തെ ട്രെയിനിങ്ങും, അതുപോലെ ട്രെയിനേഴ്സ് ആദ്യം ബഷീർക്ക, ഇപ്പം അനിൽ ഭായ്, അവരായിട്ടൊരു എക്സ്പീരിയൻസും അവരുടെ നോളജും വ്യത്യാസമുണ്ടോ? ആ ടൈമിലത്തെ ട്രെയിനിങ്ങും ഇപ്പോഴത്തെ ട്രെയിനിങ്ങും മെത്തേഡ്സും കാര്യങ്ങളൊക്കെ. അന്നത്തെ ട്രെയിനിങ്ങും ഇപ്പോഴത്തെ നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. എന്താ വെച്ചാൽ അന്ന് രാവിലെയും വൈകിട്ടും കുറേ മണിക്കൂറുകൾ ട്രെയിൻ ചെയ്യണം. ആ സമയത്ത് ട്രെയിനിങ് ഒരുപാട് നേരമല്ലേ? 2 മണിക്കൂറാണ്. ഇത് ഞാൻ കുറേ മുന്നത്തെയാണ് പറയുന്നത്, കുറേ മുന്നത്തെ. അപ്പോൾ അത് ആ സമയത്ത് അതിനൊരു കണക്കൊന്നുമില്ല. ഓക്കെ, നമ്മൾ കുറേ നേരം 2 നേരം ജിമ്മിൽ പോകാൻ പറ്റിയ അത്രയും നല്ലത് എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പോൾ ഞാൻ ബഷീർ ഖാൻ്റെ എത്തിയപ്പോൾ ഇതൊന്നും ലേശം ഒരു മാറ്റം വന്നു. എന്താ വെച്ചാൽ 2 നേരം വെയിറ്റ് ട്രെയിനിങ്ങിന് പകരം ബഷീർ ഖാൻ എനിക്ക് തന്നിരുന്നത് ഒരു നേരം വെയിറ്റ് ട്രെയിനിങ്ങും ഒരു നേരം കാർഡിയോയിലേക്ക് മാറി. നമ്മളിവിടെ ആ ഒരു സിസ്റ്റമേ ഇല്ലായിരുന്നു. കാർഡിയോ എന്തിനാന്ന് പോലും അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ആ ഒരു സിസ്റ്റമായിട്ട് മാറി, കുറച്ചൊരു സിസ്റ്റമാറ്റിക്കായി. പക്ഷെ എന്നാലും ഡയറ്റിലൊന്നും നമ്മളിങ്ങനെ കാൽക്കുലേറ്റഡ് ഡയറ്റോ ഇതൊന്നല്ല, ഒരേ റഫ് ആയിട്ടുള്ളൊരു ഡയറ്റല്ല തരും അന്ന് ചെയ്ത്. അത് അന്നത്തെ കാലത്തെ ഒരു സ്റ്റൈലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഞാൻ ചെയ്യുന്നത് വേറെ തന്നെ രീതിയാണ്. അത് നമുക്ക്
നമ്മളെ ഓഫ് സീസൺ മുതലേ നമ്മൾ കാൽക്കുലേറ്റഡ് ആണ്. നമ്മളെ ഫുഡും നമ്മളെ വർക്കൗട്ടും എല്ലാം കാൽക്കുലേറ്റഡ്. അപ്പോൾ ഞാൻ ആകെ രാവിലെ ഒരു 1.25 മണിക്കൂർ ട്രെയിനിങ്ങേ ഉള്ളൂ. ഓ. അപ്പോൾ 1.25 മണിക്കൂർ ട്രെയിനിങ് തന്നെ മൊത്തം എൻ്റെ സീസൺ ആയിക്കോട്ടെ ഓഫ് സീസൺ ആയിക്കോട്ടെ മൊത്തത്തിൽ ഞാൻ അത്രേ വെയിറ്റ് ട്രെയിനിങ് ഉള്ളൂ. പിന്നെ ഓഫ് സീസണിലെ നമ്മൾ ഈ പണ്ടത്തെ മാതിരി ഡേർട്ടി ബൾക്കിംഗ് ഇല്ല. പണ്ട് ആൾക്കാർ ഓഫ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അതും ഇതും തിന്ന് കുറേ തടിച്ച് വീർത്ത് വലുതായി അങ്ങനെ നടക്കുന്നു. നമ്മളിപ്പോഴത്തെ സ്റ്റൈലിൽ നമ്മൾ ആ ഒരു പരിപാടിയേ ഇല്ല. ഒരു 15% താഴെ ഫാറ്റ് പെർസെൻറ്റേജ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഓഫ് സീസൺ മുതലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. പോരാത്തതിന് നമ്മളെ കാർബ് ലോഡിങ് എങ്ങനെ വേണം എന്നുള്ളത് വരെ നമ്മൾ ഓഫ് സീസണിൽ എന്ത് കാർബാണോ ഓഫ് സീസണിൽ എടുക്കുന്നത് അതേ കാർബാണ് നമ്മൾ ലോഡിങ് ടൈമിലും ഒക്കെ എടുക്കുന്നതും. പിന്നെ പണ്ടത്തെ മാതിരി വെള്ളം നിർത്തുക, ഉപ്പ് ഒഴിവാക്കുക, അങ്ങനത്തെ ഇതൊന്നുമില്ല. അങ്ങനത്തെ ആ ഒരു സിസ്റ്റമേ ഇല്ല. ഇപ്പോൾ പീക്ക് വീക്ക് പോലും ഈ പ്രാവശ്യത്തെ ഇതിൽ ഞാൻ സാധാരണ എല്ലാവരും പീക്ക് വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതിലാണ് ഉണ്ടാവുക, ഭയങ്കര ടയേർഡായിട്ടും. നമ്മൾ സത്യം പറഞ്ഞാൽ കോമ്പറ്റീഷൻസിന് ഒരു മൂന്നാഴ്ച ഒരു മാസം മുന്നേ നമ്മൾ പ്രിപ്പയർഡായിരിക്കും. എപ്പോൾ വേണമെങ്കിലും കോമ്പറ്റീഷൻ വന്നാൽ ഒരു ദിവസം കിട്ടിയാൽ മതി നമുക്ക് കോമ്പറ്റീഷന് സ്റ്റേജിൽ കയറാം എന്നുള്ള ഇതിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 2 കൊല്ലമായിട്ട് ഇപ്പോൾ ഞാൻ പീക്ക് വീക്ക് പോലും അറിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ 5-6 കൊല്ലമായിട്ട് ഞാൻ ഭയങ്കര ഷെഡ്യൂൾഡാണ്. ഞാൻ എൻ്റെ പ്രൊഫഷണലിസം വിട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമിന് ഞാൻ അങ്ങനെ പോകില്ല. എനിക്ക് എൻ്റെ ഫുഡ് ഞാൻ ക്യാരി ചെയ്യാൻ പറ്റുന്ന ആ ഡിസ്റ്റൻസേ ഞാൻ ഇതാക്കുള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത ഫുഡ് തന്നെ ഞാൻ കഴിക്കുക. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റഡ് ഇതാണ്. അപ്പോൾ അതുപോലെ ഞാൻ കീപ്പ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ട്രെയിനർക്കും ഭയങ്കര സുഖമാണ്. ഞാനിങ്ങനെ പ്രൊഫഷണലിസം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് എന്നെ ട്രെയിൻ ചെയ്യിക്കാനും ആൾക്ക് ഭയങ്കര സുഖമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുമോ ഏത് സമയത്ത് എങ്ങനെ ഇതാക്കിയാലും എന്തും നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഇത് ഈസിയാണ്. എന്താ പറ്റുന്നത്, ചെറിയ മാറ്റങ്ങൾ പെട്ടെന്ന് അറിയും. അപ്പോൾ ഇപ്പോൾ ഭയങ്കര സുഖമാണ് സത്യം പറഞ്ഞാൽ. ഫസ്റ്റ് ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ തിരിച്ചു കംബാക്കിൽ തന്നെ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഈസിയാണ് സത്യം പറഞ്ഞാൽ. ആ കാലഘട്ടത്തിലെ ജിമ്മും ഇപ്പോഴത്തെ ജിമ്മും അവിടുത്തെ മെഷീൻസും എന്താണ് വ്യത്യാസം? പണ്ട് ഞാൻ തുടങ്ങുന്ന സമയത്ത് മെഷീൻസ് തന്നെ ഇല്ല. ആ ഒരു കാലഘട്ടം ഞാൻ കുറേ കാലം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയത് തൃശ്ശൂർ പോയി എന്ന് പറഞ്ഞില്ലേ, തൃശ്ശൂർ പോയത് അവിടെ ഓൾറെഡി അത്യാവശ്യം എക്യുപ്ഡ് ആയിരുന്നു. എന്നാലും നമ്മളെ ഇക്കാലഘട്ടത്തെ ഇതായിട്ട് കമ്പയർ തന്നെ ചെയ്തുകൂടാ. നമ്മളെ ഇപ്പോൾ വരുന്ന മെഷീൻസിൻ്റെ ബയോമെക്കാനിസവും പണ്ടത്തേതും തമ്മിൽ കുറേ മാറ്റം. ചെറിയൊരു ഇൻഡസ്ട്രിയലിനൊക്കെ ചെയ്തു വരുന്ന മെഷീൻസാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഇതാണ്. എൻ്റെ ഒരു മനസ്സിൻ്റെ ആഗ്രഹത്തിലുള്ള ഒരു ജിമ്മ് സത്യം പറഞ്ഞാൽ കോഴിക്കോട് മൊത്തത്തിൽ നോക്കിയാലില്ല. പക്ഷെ എന്നാലും ഞാൻ ഇതെല്ലാം കൂടെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 ജിമ്മിലായിട്ടാണ് ഞാൻ ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ. എൻ്റെ വീക്ക്ലി ഷെഡ്യൂൾ വരുന്നത് അങ്ങനെയാണ്. ഫസ്റ്റ് 5 ജിമ്മായിരുന്നു. പിന്നെ അത് കുറച്ചായിട്ട് ഇങ്ങനെ ചുരുങ്ങി കുറച്ച് ഇപ്പോൾ ഏകദേശം ഒരു 3 ജിമ്മിലേക്കായിട്ട് നിൽക്കുക. ശരി. ഒന്ന് എൻ്റെ ജിമ്മ് ലൈഫ് ജിം, പിന്നെ ഒന്ന് ഇവോൾവ്, പിന്നെ യോർക്ക്. ഈ 3 ജിമ്മിലാണ് ഈ സീസൺ ഞാൻ ട്രെയിൻ ചെയ്തത്. അതല്ലാണ്ട് 4ാമത്തെ ഒരു ജിമ്മും കൂടെ ഉണ്ട്. 4ാമത്തെ ജിം എന്ന് പറഞ്ഞാൽ കോട്ടയ്ക്കലാണ്. കോട്ടയ്ക്കൽ. അപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് 50 കിലോമീറ്റർ പോകണം. അപ്പോൾ വീക്ക്ലി ട്വൈസ് ഞാൻ അവിടെ കോട്ടയ്ക്കലിൽ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ജിമ്മ്. അതായത് ജിമ്മിലെ മെഷീനറി നോക്കിയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള മെഷീൻസ് എവിടെ ഉണ്ടോ ആ ജിമ്മിൽ പോയിട്ട് ആ ജിമ്മിൽ ചൂസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അതിൽ തന്നെ കുറേ രസമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ലെഗിൻ്റെ ട്രെയിനിങ് വരുന്നത് പകുതി എന്ന് പറഞ്ഞാൽ ഒരു 2 വർക്കൗട്ട് യോർക്കിലാണ്. ഇവിടുന്ന് നിങ്ങളെ ഈ ഇവോൾവ് ജിമ്മായിട്ടൊരു 4-5 കിലോമീറ്റർ വ്യത്യാസം. അപ്പോൾ അവിടുന്ന് പകുതി ട്രെയിനിങ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഓടി വന്നിട്ട് റീലും കണ്ടിട്ടുണ്ട്. അതൊന്ന് വർക്കൗട്ടിൽ ഓടിക്കുമ്പോൾ തന്നെ. അപ്പോൾ അതെനിക്ക് ചെയ്യുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റായിട്ട് എടുക്കണം. അതിന് ഞാൻ അതിൻ്റെ ഡിസ്റ്റൻസോ അതിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ ആലോചിക്കൽ പോലും ഇല്ല. അപ്പോൾ നല്ലത് എവിടെ ഉണ്ട് അത് ആ ജിമ്മ് എൻ്റെ ജിമ്മായിട്ട് കണ്ടിട്ടാണ് ഞാൻ പോയിട്ട് ചെയ്യുക. അതിലെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വരുന്നതിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വന്നിട്ട് ട്രെയിൻ ചെയ്യും. ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. എന്നാലും ഞാൻ എൻ്റെതായിട്ടുള്ള ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ ട്രെയിൻ ചെയ്ത് പോകുന്നതും വന്നിട്ട് ആൾക്കാർക്ക് കാണാമെന്നൊക്കെ പറഞ്ഞാൽ അവർക്കും ഭയങ്കര സന്തോഷമാണ്. വന്നിട്ട് എല്ലാ ഇതും എന്തൊക്കെ രീതിയിൽ ബെസ്റ്റ് എടുക്കാൻ പറ്റുമോ ആ രീതിയിൽ ഏറ്റവും ബെസ്റ്റ് എടുക്കും ഞാൻ. അതിലൊരു ഭയങ്കര സന്തോഷമാണ് അത് ചെയ്തു കഴിഞ്ഞാൽ. നമുക്കിനി ഫുഡ് അല്ലെങ്കിൽ ഡയറ്റിനെ പറ്റി സംസാരിക്കാം, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും നമ്മൾ ഇവിടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പറയും, ഞാൻ ഒരു ദിവസം 80 മുട്ടൻ്റെ വെള്ളം
കഴിച്ചിട്ടുണ്ട്. ഞാനൊരു 5 മുട്ടൻ്റെ വെള്ള കഴിക്കാൻ ഇവിടെ കഷ്ടപ്പെടാ. അപ്പം എങ്ങനെയാണ് 80 മുട്ടൻ്റെ വെള്ള? അതിൻ്റെ എങ്ങനെയാ ഒരു സ്റ്റോറി? അത് ഇപ്പത്തെ അല്ല ട്ടോ. ഞാന് പണ്ട് ഞാന് ഇവിടെ തൃശ്ശൂര് പോയി നിന്നെന്ന് പറഞ്ഞില്ലേ. അന്നൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരാനോ ഇതൊന്നും ബഷീർക്കായാലും നീ കോഴിമുട്ട കഴിക്ക്, ഇതിങ്ങനെ കഴിക്ക്, ചിക്കൻ കഴിക്ക് എന്നേ പറയുള്ളൂ. ഇത്ര കഴിക്കണം ഇത്ര ഇതൊന്നും പറയൂല. അപ്പം ഞാനവിടെ കണ്ടിരുന്ന ബോഡി ബിൽഡേഴ്സ് ഞാൻ കാണുമ്പോൾ റെക്സ് വർഗീസും ഇവരതൊക്കെ ഓരോരുത്തരെ ഇതും ഞാൻ അങ്ങനെ ചോദിക്കും അവരെന്താ കഴിക്കുന്നത് എന്താ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ചോദിക്കുമ്പോൾ അവർ ആരോ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ 60 റെക്സ് 60 കോഴിമുട്ട കഴിക്കലുണ്ട്. നമുക്ക് പണ്ട് അന്ന് സപ്ലിമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. നമ്മൾ ഈ ഹാർഡ് കോർ ഫുഡ് തന്നെ കഴിക്കണം. അതായത് ചിക്കനും മുട്ടയും തന്നെ ഫിഷും അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിക്കാൻ ഇപ്പോൾ റെക്സ് 60 കോഴിമുട്ട കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് എന്താ ചെയ്യുക? ഇജ്ജൊരാളത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടേക്ക് അതിൽ ഒഴുകി പോകും. ഞാൻ അതിൻ്റെ മേലെ തന്നെ പിടിക്കുക എന്നുള്ളതിൽ 80 കോഴിമുട്ട ഞാനൊരു ദിവസം കഴിച്ചിട്ടുണ്ട്. കുറേ കൊണ്ട് 20 വയസ്സ് 19 ഒരു 20 22 വയസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ 80 കോഴിമുട്ട ഞാൻ ഡെയിലി കഴിക്കുന്ന എൻ്റെ വീട്ടിൽ വലിയ ബോക്സിലാണ് കോഴിമുട്ട കൊണ്ടുവരിക. അപ്പോൾ കൊണ്ടുവന്ന് ഇത് ഡെയിലി ഇങ്ങനെ വാങ്ങുന്ന കാണുമ്പോൾ ആൾക്കാർ വന്നിട്ട് ചോദിക്കും ഇത് എന്താണ് കാറ്റുണ്ട്. അപ്പത്തിട്ട് അവിടുത്തെ കള്ള് ഷോപ്പിൽ നിന്നും ഇവിടുന്നൊക്കെ ആൾക്കാർ ഇതിൻ്റെ മഞ്ഞ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ ആൾക്കാർക്ക് നായക്കും ഇതിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കും. ഇങ്ങനെ ഇത് കൊണ്ടുപോകാനും ഇതാക്കാനും ആദ്യം പറഞ്ഞു വെക്കും നമുക്ക് ഇത്ര വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. ഞാനത് ഇപ്പോഴും അതിശയം തന്നെ ആയിരിക്കും. ആരും ഇതുവരെ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്ത കാര്യം കേട്ടോ. ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ 10 മുട്ട 15 മുട്ടയും കേട്ടിട്ടുണ്ട്. 80 മുട്ട ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ എന്നല്ല ആ കാലഘട്ടത്തിൽ തന്നെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി കാൽക്കുലേറ്റഡാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ഒരു 10 കോഴിമുട്ടയൊക്കെ ഒരു ദിവസം കഴിക്കുന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ ഡയറ്റിൽ മെയിനായിട്ട് വരുന്നത് ചിക്കനും ഫിഷും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുക. ഞാൻ അധികവും എൻ്റെ ഫിഷ് എന്ന് പറയുന്നത് അധികവും പ്രോൺസും ഈ ആഗോലി ഇത് രണ്ടുമാണ് എനിക്കിഷ്ടമുള്ള മീനാണ്. കുറച്ച് കാലം ഞാൻ തുടർച്ചയായിട്ട് ഒരേ ടേസ്റ്റിലാണ് ഫുഡ് കഴിക്കുക. അതിലെന്ത് പ്രോട്ടീൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്താണ്? അല്ലല്ല അത് നോർമലി എല്ലാവരും വിചാരം ചെമ്മീൻ കഴിച്ചാൽ ഭയങ്കര കൊളസ്ട്രോൾ ഇതാവും. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് കഴിക്കുന്ന എൻ്റെ മീലിൽ 2 മീലിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഫിഷാണ് ചെമ്മീൻ. അപ്പോൾ അത് പിന്നെ 2 നേരം ചിക്കൻ ഉണ്ടാവും. പിന്നെ എല്ലാ മീലിലും എനിക്ക് അധികവും ഒരു 90% എനിക്ക് കാർബ് എല്ലാ മീലിലും ഉണ്ടാവും. അതായത് ഒന്നെങ്കിൽ റൈസായിട്ട് അല്ലെങ്കിൽ വൈറ്റ് ബ്രെഡ്. എല്ലാവരും ബ്രൗൺ ബ്രെഡും ഇതെല്ലാം യൂസ് ചെയ്യുന്ന ഒരു കാലമാണ്. പക്ഷെ ഞാൻ കഴിക്കുന്നത് വൈറ്റ് ബ്രെഡാണ്. അതിൽ എനിക്ക് ഒരു ദോഷവും തോന്നിയിട്ടില്ല. ഈ ബ്രൗൺ ബ്രെഡിൻ്റെ ഇതിൻ്റെ എല്ലാവരും അതിൻ്റെ വൈത്താല പോകുന്നതെല്ലാം വെറുതെ ആണ്. ഇതാണ് എൻ്റെ ഒരു ബ്രൗൺ ബ്രെഡ് ആവണമെന്നില്ല. അതാണ്. നോർമലാണ്. അപ്പോൾ ഇത് വൈറ്റ് ബ്രെഡ് കഴിച്ചാലും നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ കഴിക്കുന്ന ചോറിൻ്റെ എമൗണ്ടും ഇതെല്ലാം കണ്ടിട്ട് ആൾക്കാർക്ക് ഒരിക്കലും ഞാൻ അത്ര മസ്കുലറാവും ഇതാവും എന്നുള്ളത് തോന്നേ ഇല്ല. അപ്പോൾ ഞാനത് കാർബ് കട്ട് ചെയ്തിട്ടോ ഇതൊന്നല്ല. നമ്മളെ വർക്കൗട്ടും നമ്മളെ ഡയറ്റും പക്ക മാച്ച് ചെയ്തിട്ട് പോകുന്നതിനോണ്ടാണ് ഈ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അതിൽ എല്ലാവരും സീറോ കാർബിലും ഇതിലെല്ലാം പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിസ്റ്റമേ ഫോളോ ചെയ്യുന്നില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ആ. ഈ 80 കോഴിമുട്ട ഇത് ഓഡിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. എത്ര കാലം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ 80 കോഴിമുട്ട ഇങ്ങനെ ഞാനൊരു 6 to 7 months എന്തായാലും കഴിച്ചിട്ടുണ്ട്. മടുത്തില്ല? പല രീതിയാക്കിയിട്ട് പല ടേസ്റ്റിൽ പുഴുങ്ങിയിട്ട് തന്നെ കുറേ പുഴുങ്ങിയിട്ട് പിന്നെ കോഴിമുട്ടേൻ്റെ തന്നെ സൂപ്പാക്കിയിട്ടും ഇതാക്കിയിട്ട് ഒരു 15 എണ്ണം വെച്ചിട്ട് ഒരു നേരം കഴിക്കട്ടെ. അതിൻ്റെ മേലെ ചിക്കൻ ഉണ്ടാവും കഴിക്കാൻ. ഇതെല്ലാം കഴിച്ച് തീർക്കണം. അപ്പോൾ നമ്മൾ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഹാർഡ് കോർ ഗെയിം ആണെങ്കിലും കൂടെ അതിൻ്റെ ഏറ്റവും ഭീകരത കണ്ട ആളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ആ സ്പിരിറ്റിൽ ഞാൻ ആ സമയത്ത് അങ്ങനെ ഓക്കെ. കഴിച്ചതാണ്. കാരണം എന്താ പറയുക, മെന്റലി നല്ല സ്ട്രോങ് ആണോ? 100%. നല്ല വിൽ പവറും ഭയങ്കര ബുദ്ധിമുട്ടാണ്. സുമേഷ് ഭായ്, ആക്ച്വലി ഇതൊരു എന്താ പറയുക, ഒരു ഇൻസ്പയറിങ് സ്റ്റോറി കേട്ടോ. കാരണം 14-ാമത്തെ വയസ്സ് 15-ാമത്തെ വയസ്സിൽ ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യുക, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ അത് ബോഡി ബിൽഡിങ്ങിലേക്ക് മാറുക. അപ്പോൾ എത്രയും അതും 16-17-ാമത്തെ വയസ്സിൽ അതിനു വേണ്ടി കൊയിലാണ്ടി വരെ ട്രാവൽ ചെയ്യുക. അത് കാറിൽ ട്രാവൽ വെറും കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ബസ്സിലേക്ക് മാറുന്നു, പിന്നെ തൃശ്ശൂരിലേക്ക് മാറുന്നു. നമ്മൾ കേൾക്കാറുണ്ട് ഓരോ സ്പോർട്സ്മാൻ്റെ സ്റ്റോറീസും കേൾക്കുമ്പം അവരിങ്ങനെ ഇതുപോലെ
ചെറിയ പ്രായത്തിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടൊക്കെയാണ് അവർ ട്രെയിനിങ്ങിന് പോയതും അങ്ങനെ കാര്യങ്ങൾ. അത് ഏകദേശം അങ്ങനത്തെ ഒരു സ്റ്റോറി നിങ്ങളതും. പിന്നെ നിങ്ങൾ തൃശ്ശൂർ പോയി നിൽക്കുന്നു. ആ ജിമ്മിൽ നിങ്ങൾ നിന്ന് എന്താ പറയുക അവിടെ തന്നെ നിൽക്കുക, അവിടുത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഇതുപോലെ നല്ല ഹോട്ടലോ റൂം എടുക്കാം. പക്ഷെ അത് വേണ്ട. നിങ്ങൾക്ക് അവിടെ തന്നെ നിന്നിട്ട് അവിടെ തന്നെ വർക്കൗട്ട് ചെയ്യുക, അവിടെ തന്നെ താമസിക്കുക. ആക്ച്വലി ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. എനിക്ക് തോന്നുന്നില്ല, ഞാൻ കേട്ടിട്ടില്ല. ഫ്രം എ ബോഡി ബിൽഡേഴ്സ് ലൈഫ് ഞാനത് കേട്ടിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ കോമ്പറ്റീഷൻസ് പറ്റി പറയാം. ഒരുപാട് കോമ്പറ്റീഷൻസ് കാര്യങ്ങളും. അപ്പം ഈ കോമ്പറ്റീഷൻസ് അടുക്കുമ്പം സ്ട്രിക്റ്റ് ഡയറ്റ്, എന്താ പറയുക, ഹാർഡ് കോർ വർക്കൗട്ട് രീതിയൊക്കെ മാറും. അപ്പം കേട്ടിട്ടുണ്ട് ഈ മൂഡ് സ്വിങ്സ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൂഡ് മാറും, പെട്ടെന്ന് ദേഷ്യം വരിക. അതൊക്കെ എങ്ങനെയാണ്? മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്നത് പല രീതിയിലും വരാം. എന്താ വെച്ചാൽ ഒന്ന് നമ്മളെ ഈ ലോ കാർബിൽ പോകുന്നതും പ്ലസ് ഒന്ന് എനിക്ക് വന്ന സ്റ്റൈലിൽ, അതായത് ഞാൻ ലോ കാർബിൽ പോയിട്ടോ ഇതിലോ ആയിട്ടല്ല എനിക്ക് വന്ന മൂഡ് സ്വിങ്സ്. എനിക്ക് ഈ ജനങ്ങൾ തന്ന പ്രഷറും പ്ലസ് എനിക്ക് എന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു പ്രഷറും എല്ലാം കൂടി ആയിട്ടുള്ള ഭയങ്കര ഹെവി മൂഡ് സ്വിങ്സ് ആയിരുന്നു ആ ഒരു കൊല്ലം. പിന്നെ ഇയർ ബൈ ഇയർ എനിക്കത് ഇങ്ങനെ കുറഞ്ഞു വന്ന് ഇക്കൊല്ലം സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ക്ലീനായിരുന്നു. ഒരു മൂഡ് സ്വിങ്സും ഇല്ല, ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഓഫ് സീസണിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ചെയ്തിട്ട് കോമ്പറ്റ് ചെയ്തിട്ട് വന്ന്, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും വരില്ല. മൂഡ് സ്വിങ്സ് ഒക്കെ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ലോ കാർബിൽ പോയിട്ടും നമ്മൾ ഈ കോമ്പറ്റീഷൻസിൻ്റെ പ്രഷർ കൊണ്ട് മാത്രം ഇങ്ങനത്തെ രീതിയിൽ മാത്രമേ മൂഡ് സ്വിങ്സ് വരാനുള്ള ചാൻസേ ഉള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഇല്ലാണ്ടാക്കാം ഓക്കെ. നല്ല രീതിയിൽ നമ്മൾ പ്ലാൻഡ് ആയിട്ട് ചെയ്യുമ്പോൾ. എല്ലാവരും പറയുന്ന കാര്യം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ആ ഒരു പീക്ക് ടൈം വന്നിട്ട് മൂഡ് സ്വിങ് വരും, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് മാറുക. അതെ. ഈ സപ്ലിമെന്റ്സിനെ പറ്റി, കാരണം ഇതാകുമ്പോഴത്തേക്ക് ഒരുപാട് സപ്ലിമെന്റ്സ് ഇൻടേക്ക് ഉണ്ട്. ആ. ഓക്കെ. അപ്പോൾ ഈ സപ്ലിമെന്റ്സിനെ പറ്റി ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ധാരണയുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ധാരണയുണ്ട്. ഇത് കഴിച്ചാൽ ഇങ്ങനെ പറ്റില്ല, അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾക്ക് അറിയാം സപ്ലിമെന്റ്സ് ഏതാണ് നല്ലത്, എങ്ങനെ എടുക്കണം, അതിനെപ്പറ്റി എന്താണ്, എങ്ങനെയാണ്? സപ്ലിമെൻറ്റ്സ് നമ്മളെല്ലാം ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് സപ്ലിമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഞാൻ ആ കാലഘട്ടത്തിലും ചെയ്തിട്ടുണ്ട്, ഈ കാലഘട്ടത്തിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് അനാവശ്യമാണെന്നൊന്നും പറഞ്ഞുകൂടാ. സപ്ലിമെൻറ്റ്സ് ആവശ്യമുള്ള സപ്ലിമെൻറ്റ്സ് ഉണ്ട്, അത് നമ്മൾ എടുത്തേ പറ്റൂ. എന്താ വെച്ചാൽ ഫുഡിൽ നിന്ന് നമുക്ക് എടുക്കുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹാർഡായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അതിന്ന് ഒരു നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാനോ, അപ്പോൾ ആഫ്റ്റർ വർക്കൗട്ടൊക്കെ പെട്ടെന്ന് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴായാലും കൊണ്ടുപോകാനോ ഇതൊക്കെ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഈ സപ്ലിമെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ സപ്ലിമെൻറ്റ് കണ്ടിട്ട് നമുക്ക് എടുക്കാം, നല്ലതാണ്. പോരാത്തതിന് നമ്മൾ ഈ സപ്ലിമെൻറ്റ്സിന് മാത്രം ആശ്രയിച്ചിട്ട് ഇപ്പോൾ കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കും, എന്താണ് ഏത് സപ്ലിമെൻറ്റ് കഴിച്ചാലാണ് നമ്മൾ ബിൽഡ് ആവുക. അതെ. അപ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു തോന്നലുണ്ട് സപ്ലിമെൻറ്റ് എന്തോന്ന് വേ പ്രോട്ടീനും മറ്റേ മാസ് ഗെയിനറും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മസിൽ ബിൽഡായി നമ്മൾ ഇതായി വരുന്നത്. അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. അപ്പോൾ ആൾക്കാർ സപ്ലിമെൻറ്റ് ബാക്കിയുള്ള ഫുഡിൻ്റെ കൂടെ യൂസ് ചെയ്യാനേ പാടുള്ളൂ. അല്ലാണ്ട് അത് യൂസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു അമാനുഷികനാവുക അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. നമ്മളിപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളെ ആഡിലെല്ലാം ഈ സപ്ലിമെൻറ്റിൻ്റെ ആഡിൽ തന്നെ കാണിക്കൽ വലിയ വലിയ ബോഡി ബിൽഡേഴ്സിനെയും ഇത്രയൊക്കെയാണ്. അതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ ഇത് വാങ്ങുന്നതും കുടിക്കുന്നതും. അപ്പോൾ നോർമലി ഇപ്പോൾ ബൂസ്റ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ ആഡിൽ എന്താണ് സച്ചിനും ധോണിയും ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ബൂസ്റ്റ് കുടിച്ചതിനെ കൊണ്ട് നമ്മൾ ഓരോമാതിരി ഇല്ല. ആവൂല അല്ലേ. അപ്പോൾ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ആൾക്കാരത് യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ലതാണ്, പക്ഷെ അതിനെക്കൊണ്ട് മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും ബിൽഡാവില്ല. നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങളെ ഫാമിലി സപ്പോർട്ട് ചെയ്തു, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തു, പിന്നെ കൂടെയുള്ള ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സും കുറച്ചുപേർ സപ്പോർട്ട് ചെയ്ത് തോന്നുന്നുണ്ട്. പിന്നെ അതിലെ സ്പോൺസേഴ്സ് എങ്ങനെയാണ്, സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ? എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കോമ്പറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, പക്ഷെ അവരെല്ലാവരും സ്റ്റേജിലുള്ള മാതിരിയാണ്. അവർ എൻ്റെ ഓരോ സ്റ്റേജിനും ഏതൊക്കെ സ്റ്റേജ് ഞാൻ ഇന്ന് വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ആ സ്റ്റേജ് എവിടെയാണെങ്കിലും അവരെല്ലാവരും കാണാൻ വരും. എനിക്ക് എന്ത് വേണോ അത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്താണെങ്കിലും എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ഏട്ടനും എൻ്റെ മക്കൾ എൻ്റെ വൈഫ് എല്ലാവരും എന്തിനു വേണമെങ്കിലും റെഡി. എൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന ഇത് എല്ലാം എൻ്റെ ഈ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ബാക്കി അവർക്ക് എന്തുള്ളൂ. അപ്പം ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഇതിൽ എൻ്റെ ഈ തിരിച്ചു വരവിൽ സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. അതായത് എൻ്റെ
മക്കളെ കൂട്ടിയിട്ട് ഒരു ടൂറ് പോവേ ഇതോ എല്ലാ സാധനങ്ങളും എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കല്ലാണ്ട് ഞാൻ വേറെ എങ്ങോട്ടും ഞാൻ പോയിട്ടില്ല. അപ്പോൾ അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കുറച്ച് കാലം ഞാൻ ഇങ്ങനെ ഉണ്ടാവും, ഞാൻ ഇങ്ങനെ പോകാനോ ഇതാക്കാനോ പറ്റുന്ന എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എൻ്റെ മക്കളും ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഒരു ടെൻഷൻസ് അവർ ഇതിൽ തരില്ല. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ രഞ്ജു, പിന്നെ എൻ്റെ ഫ്രണ്ടായ നീരജ്, പിന്നെ ഷഫീഖ്, റിയാസ് ഖാൻ, സലീഷ്, അങ്ങനെ പിന്നെ മിഥുൻ എന്ന് പറയുന്ന ആദാടി മിഥുനുണ്ട്, പ്രവീൺ, പപ്പു, ഇതൊക്കെ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അപ്പം എന്നെ ഏത് സിറ്റുവേഷൻസിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്ത് രീതിയിലും. അപ്പോൾ ഒരു നേരം എനിക്ക് ഫുഡ് വീട്ടിൽ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഇതെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർ ആരായാലും എനിക്ക് ഉണ്ടാക്കി തരാനും ഇതാക്കാനും എന്തിനും റെഡി ആയിട്ടുള്ള ടീമാണ്. പിന്നെ എനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആയിക്കോട്ടെ എന്തിനും ഇവരെല്ലാവരും എന്നെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു ടീം വർക്കാണ് സത്യം പറഞ്ഞാൽ. ടീമിൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും എൻ്റെ ടീമിൽ പെടുന്നതാണ്. പ്ലസ് എനിക്ക് എൻ്റെ ഏറ്റവും മേജർ സപ്പോർട്ട് ഇപ്പോൾ വരുന്നത് ജിജു MK എന്ന് പറയുന്ന എൻ്റെ സ്പോൺസറാണ്. മസിൽ ആൻഡ് മാജിക്കിൻ്റെയും ന്യൂ എക്സ്ട്രീം സ്പോർട്സിൻ്റെയും ഓണറാണ്. അപ്പോൾ എനിക്ക് എന്താ വേണ്ടത് ആ ഒരു സപ്ലിമെൻറ്റ്സും എൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അത്രയും നീറ്റായിട്ട് നോക്കും. ഏറ്റവും ബെസ്റ്റാണ് എനിക്ക് തരുന്നതും ആക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഷോസിലും ഇതിലും ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ടീം. കൂടെ നിൽക്കാൻ നമ്മളെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമ്മൾ കൂടെ ഇല്ലെങ്കിൽ ആവില്ല. അപ്പം അതെ എനിക്ക് തോന്നുന്നു സുമേഷ് ഭായിൻ്റെ എക്സ്പെക്ടേഷൻ എന്താണോ അതേ എക്സ്പെക്ടേഷൻ അവരെന്ന് വെച്ചാൽ അത് തന്നെ വേണം. സുമേഷ് ഭായ് ഫസ്റ്റ് ആവണം, അല്ലെങ്കിൽ അവരുടെ സ്റ്റേജ് കയറാണെങ്കിൽ അത് ടോപ്പ് പെർഫോമൻസ് കൊടുക്കുന്ന ആ രീതിയിലെ സപ്പോർട്ടും ഞാൻ കാര്യങ്ങളും. അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. എൻ്റെ ഇതിൽ ഞാൻ അത്രയും പ്രൊഫഷണൽ ആണെന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഈക്വലി എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ എല്ലാവരും അതനുസരിച്ചിട്ടാണ് ഇപ്പം ഞാൻ എന്ത് ദേഷ്യപ്പെട്ടാലും എൻ്റെ ഏത് മൂഡ് സ്വിങ്സിലും ഇവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അഥവാ ഞാൻ അവരെ ചീത്ത പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇവർക്കറിയാം ഞാൻ ഈ ഒരു ഇതിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കും. ഈ ടീം മൊത്തത്തിൽ നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ വെക്കലാണ്. ഞാൻ എന്നെ പ്രസൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇവരാണ് ശരിക്കും അല്ലേ? നമ്മളിപ്പോൾ സുമേഷ് ഭായിൻ്റെ ഒരു ബോഡി ബിൽഡിംഗ് യാത്രനെ പറ്റി ഇങ്ങനെ ഒരുപാട് സംസാരിച്ചു, റൈറ്റ്? ഒരു ട്രൂലി ഇൻസ്പയറിംഗ് സ്റ്റോറി. അപ്പം ഇനവേ സുമേഷ് റാവ് ആസ് എ ബോഡി ബിൽഡർ എല്ലാവർക്കും പരിചയമുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ സുമേഷ് റാവ് ആസ് ഒരു ഇൻഡിവിജ്വൽ ആർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ശരിക്കും സുമേഷ് റാവ് ബോഡി ബിൽഡിംഗ് വിട്ട് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? ഞാൻ സത്യം പറഞ്ഞാൽ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കും. ഇതൊക്കെയായിരുന്നു എൻ്റെ നേച്ചർ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു 5-6 കൊല്ലമായിട്ട് എനിക്ക് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചേഞ്ചാണ്. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ച് എൻ്റെ ദേഷ്യം പിടിക്കലൊക്കെ അവിടെ നിന്ന് വളരെ കുറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ ഇതുകൊണ്ട് വന്ന ഈ പ്രൊഫഷണൽ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴുള്ള മാറ്റം ഓരോ കൊല്ലവും പക്വത ആയി വരികയാണ്. അപ്പോൾ അതായത് ബോഡി ബിൽഡിങ്ങിൻ്റെ ഇതിലും എൻ്റെ പ്രൊഫഷണലിസത്തിലും വരുന്ന പക്വത ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം വന്നു. അപ്പോൾ ആ ദേഷ്യം പിടിക്കലും ഇതൊക്കെ അവിടെ നിന്ന്. പിന്നെ ഞാൻ ആദ്യം അധികം ആൾക്കാരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാത്ത ഒരാളായിരുന്നു. ഞാൻ വല്ലാണ്ട് ആരുടെ അടുത്തും എൻ്റെ ഒരു വൈബിലുള്ള ആളല്ലാണ്ട് ഞാൻ ആരുടെ അടുത്തും അധികം മിണ്ടൂല. അങ്ങനെയുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാവരുടെ അടുത്തും ഞാൻ ചിരിച്ച് സംസാരിക്കും. ആരെ കണ്ടാലും എപ്പോഴും ചിരിക്കുന്ന മുഖമുണ്ട്, ആ അതുണ്ട്. അപ്പോൾ ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ഭയങ്കര കുറവായിരുന്നു. കുറച്ചൊരു റിസർവ്ഡ് ആയിരുന്നു ഞാൻ. അപ്പോൾ അതെല്ലാം മാറി ഭയങ്കര ഒരു ചേഞ്ചാണ് വന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ സുമേഷ് റാവുവിനെയാണ് അധികം ആൾക്കാരും ഇഷ്ടപ്പെടുന്നതും കാണുന്നതും. പണ്ട് ഭയങ്കര അഹങ്കാരിയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്നല്ല, ഞാൻ സ്വതവേ സംസാരിക്കൽ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കര ഫ്രീ ആണ്. എല്ലാവരുടെ അടുത്തും ചിരിച്ചുകൊണ്ടേ സംസാരിക്കുകയുള്ളൂ. ഉണ്ടാക്കിയിട്ടല്ല, ശരിക്കും അങ്ങനെയാണ്. ഈ ഒരു ബോഡി ബിൽഡിംഗ് അല്ലാതെ വേറെന്താ ഇഷ്ടം ചെയ്യാൻ? വേറെന്തെങ്കിലും ഇപ്പം ക്രിക്കറ്റ് എനിക്ക് പറഞ്ഞു, ആ അതല്ലാതെ വേറെന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വേറെന്തെങ്കിലും കാര്യങ്ങൾ? ഇല്ല, ഈ രണ്ട് കാര്യമാണ് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. എൻ്റെ മനസ്സിൽ ഉള്ളിലുള്ള സാധനമാണ്. പിന്നെ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം എനിക്ക് ഭയങ്കര ഫുഡിയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഞാൻ പോയിട്ട് ട്രാവൽ ചെയ്തിട്ടും ഇതായിട്ടും പോയിട്ട് കഴിച്ചു വരും. അപ്പോൾ കറക്റ്റ് ജെനുവിൻ അഭിപ്രായം ഞാൻ പറയുള്ളൂ.
എന്ത് കാര്യത്തിലായിരുന്നു ആരുടെ അടുത്ത് മുഖത്ത് നോക്കിയിട്ട് ഉള്ള കാര്യം ഉള്ള മാതിരി പറയും. ഒരിക്കലും അത് അവരെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ടുണ്ട് ഇതായിട്ടുണ്ടെന്നും പറയും. പക്ഷെ അത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പറയുമ്പോൾ അതൊക്കെ റിസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് ഭക്ഷണങ്ങളെല്ലാം വേണ്ടാത്ത ഫുഡൊക്കെ നമ്മൾ റിസ്ട്രിക്റ്റ് ചെയ്ത് വെക്കും. പക്ഷെ അത് എല്ലാം ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഒരു രസമായിട്ടാണ് കാണുന്നത്. ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം അധികം എനിക്ക് തോന്നുന്നത് മെയിൽ ഡോമിനേറ്റഡ് ആണ്. ഫീമെയിൽ ബോഡി ബിൽഡേഴ്സ് കുറവാണ്. അങ്ങനെയാണോ? പണ്ട് ഇത് മെയിൽ ഡോമിനേറ്റഡ് ആയിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ വുമൺസ് ഇഷ്ടം പോലെ ബോഡി ബിൽഡിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇതുണ്ട്. ഇപ്പം അവർക്ക് തന്നെ കുറേ കാറ്റഗറി ഉണ്ട്. അതായത് വുമൺസ് വെൽനെസ്, പിന്നെ ബിക്കിനി, ഇങ്ങനെ ഓരോരോ കാറ്റഗറിയും പിന്നെ ബോഡി ബിൽഡിങ്ങും ഇതായിട്ട്. പണ്ടുള്ള കാലത്ത് പെണ്ണുങ്ങൾ കാണാൻ പോലും വരാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആണുങ്ങളെ ഇത് മാത്രമായിരുന്നു. അതിലൊരു മാറ്റം വരുത്തിയത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഫാമിലിയാണ് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് സ്ത്രീകൾ വന്നിട്ട് കാണാൻ തുടങ്ങിയത്. അത് ഭയങ്കര അതിശയമായിരുന്നു. എല്ലാവർക്കും വന്നിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ കാണാതിരിക്കുന്നതും ഇതായിട്ട്. പിന്നെ എത്രയോ സ്റ്റേജസിൽ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കണ്ട് കണ്ട് ശീലമായി. എൻ്റെ അമ്മേനെയും അച്ഛനെയും ഇവരെല്ലാവരും കണ്ട് എല്ലാവർക്കും ശീലമായി. അപ്പോൾ എൻ്റെ അമ്മ എത്രയോ സ്റ്റേജിൽ കയറിയിട്ട് പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് എൻ്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. പിന്നെ അതിന് ശേഷമാണ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ആൾക്കാരെ ഫാമിലിയൊക്കെ വരാൻ തുടങ്ങുന്നത്, കാണാൻ വരാൻ തുടങ്ങി, ഇതായി. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത്ലറ്റ്സ് തന്നെ ആയിപ്പോയി ഇഷ്ടം പോലെ. ഫീമെയിൽ അത്ലറ്റ്സ് എത്ര കോമ്പറ്റീഷൻ നടക്കുന്നത്. ആണുങ്ങളെ മാതിരി തന്നെ അത്ര തന്നെ എന്ന് പറഞ്ഞുകൂടാ, എന്നാലും ഓൾമോസ്റ്റ് അവർക്കും സ്പോൺസേഴ്സ് കിട്ടുന്നുണ്ടോ ഫീമെയിൽ അത്ലറ്റ്സിന്? ഫീമെയിൽ നല്ല സ്പോൺസർഷിപ്പ് ഉള്ള നമ്മുടെ ടീമിൽ തന്നെ മസിൽ മാജിക്കിൽ തന്നെ നമ്മുടെ ടീമിൽ തന്നെ ഫീമെയിൽ അത്ലറ്റ്സ് ഉണ്ട് നല്ല. പിന്നെ ഇവിടെ കേരളത്തിലാണ് പിന്നെയും കുറവ്. നമ്മൾ നാഷണൽ ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ അത്ലറ്റ്സാണ്. അപ്പോൾ അത് കാലം മാറി. പിന്നെ ഞാൻ കേട്ടതാണ്, എത്രത്തോളം സത്യം അറിയില്ല, ബിഗ് ബോസ് കോൾ വന്നിട്ടുണ്ടായിരുന്നോ? അപ്പോൾ എനിക്ക് കഴിഞ്ഞ ബിഗ് ബോസിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയതാണ്. അപ്പോൾ കോൾ വന്ന് ഞാൻ രണ്ട് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്ത് പിന്നെ മൂന്നാമത്തെ ഇത് വന്നത് എൻ്റെ മിസ്റ്റർ കേരളേൻ്റെ, അതായത് ഒരു പ്രസ്റ്റീജിയസ് മിസ്റ്റർ കേരളേൻ്റെ സമയത്താണ്. 2024 മിസ്റ്റർ കേരള പറഞ്ഞാൽ ഇന്ന് വരെ ജനം മറക്കാത്തൊരു, ഇനി മറക്കൂല, അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ്റെ സമയത്ത് പക്ഷെ എനിക്ക് ബിഗ് ബോസിനെക്കാട്ടി ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വന്ന ആ ഒരു കേരള എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ആ കൊല്ലത്തെ ബിഗ് ബോസ് ഞാൻ സത്യം പറഞ്ഞാൽ ഒഴിവാക്കി. ഇപ്പോൾ ഫാൻസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന മെസ്സേജസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ സോഷ്യൽ മീഡിയയിലും എന്തായാലും ഫാൻസ് മെസ്സേജ് അയക്കുന്നുണ്ടാവും. അത് എങ്ങനെയാണ് വരാറ്? മെയിൽ ഫാൻസ് ആണോ ഫീമെയിൽ ഫാൻസ് ആണോ കൂടുതൽ മെസ്സേജ് അയക്കാറ്? എനിക്ക് രണ്ടും ഒരേപോലെയാണ്. പറഞ്ഞാൽ ഭയങ്കര എൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമാണ്. ഞാനായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന ഫാൻസ് അല്ല. അപ്പോൾ എൻ്റെ ഈ ഒരു പക്ക പ്രൊഫഷണലിസവും ഞാൻ കൊടുക്കുന്ന സ്റ്റേജിലെ പെർഫോമൻസും ഇതും എല്ലാം കണ്ടിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ആൾക്കാരിൽ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്, ഒരേപോലെ ഉണ്ട്, ഇഷ്ടം പോലെ. പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ബിൽഡിങ്ങിന് ആണുങ്ങൾ മാത്രമാണ് ഫാൻസായിട്ടും അല്ല ഇത് ബോഡി ബിൽഡിങ് ആണുങ്ങൾ മാത്രം ഗെയിമായിട്ടും ഇതായിട്ടും കാണുന്നത്. പെണ്ണുങ്ങൾക്ക് ബോഡി ബിൽഡേഴ്സിനെ കണ്ടുകൂടാ എന്നൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ എത്രയോ ആൾക്കാർ എനിക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ മെസ്സേജ് അയക്കലുണ്ട്. ഞാൻ എല്ലാവർക്കും റിപ്ലൈയും കൊടുക്കും. എനിക്ക് പറ്റാവുന്ന തരത്തിൽ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട്. അപ്പോൾ എൻ്റെ ഫാൻസും ഞാനും ഭയങ്കര ഹാപ്പിയാണ്. രണ്ടുപേരും നല്ല ഹാപ്പിയല്ല. സുമേഷ് ഭായി, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസിനും അതുപോലെ ഇപ്പം അപ്കമിങ് ബോഡി ബിൽഡേഴ്സിനും പാസ് ചെയ്യേണ്ട മെസ്സേജ് എന്താണ്? എല്ലാവരും അവനവൻ്റെ ഗെയിം ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ ആദ്യം പഠിക്കണം. അല്ലാണ്ട് ഒരാളെ കണ്ടിട്ട് അതുപോലെ ആവണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാണ്ട് നമ്മൾ ഒരിക്കലും ആ ഒരു ഫീൽഡിലേക്ക് വരാനോ അല്ലെങ്കിൽ ഇത് നമുക്ക് ജനറ്റിക്കലി നമ്മൾ ഗിഫ്റ്റഡ് ആണെന്നോ അറിയാണ്ട്, നമ്മളല്ലാണ്ട് ഇത് എത്ര കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയാണ്ട് ഒരു അത്ലറ്റ്സും നമ്മളെ ഗെയിം അനാവശ്യമായിട്ട് ഗെയിം സെലക്ട് ചെയ്യരുത്. അപ്പോൾ അവർക്ക് പ്രൊഫഷണലി മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിലെ ഏറ്റവും ഹൈക്കിലെത്താൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിലും പിന്നെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ബോഡി ബിൽഡിങ് പോലത്തെ ഒരു സ്പോർട്ട് അല്ലെങ്കിൽ ഏത് സ്പോർട്ടായാലും പ്രത്യേകിച്ച് ബോഡി ബിൽഡിങ് അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമല്ല. എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ
ട്രെയിനിങ്ങും ഈ തെറ്റായിട്ടുള്ള ഈ സ്റ്റിറോയിഡ്സ് കൊണ്ട് മാത്രമാണ് ആൾക്കാർ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സപ്ലിമെൻ്റ് കഴിച്ചിട്ട് മാത്രമാണ് ആൾക്കാർ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതങ്ങനല്ല, ഇത് ഞാൻ ജെനുവിൻലി പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു വേ ഉണ്ട്. ആ രീതിയിൽ ചെയ്താൽ മാത്രമേ നമ്മൾ പ്രോപ്പർ നല്ലൊരു അത്ലറ്റായി മാറുള്ളൂ. ഇതെല്ലാവരും മനസ്സിൽ വെക്കുക. ഇതെൻ്റെ ഒരു മെസ്സേജാണ്. താങ്ക് യു. സുമേഷ് ഭായ്, താങ്ക് യു സോ മച്ച്. ഇത് ആക്ച്വലി ഒരു ഇൻസ്പയറിങ് സ്റ്റോറി ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അതായത് ഇത്രത്തോളം നമുക്ക് സംസാരിക്കാനുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ പറ്റി ഇത്രത്തോളം അറിയാണ്ടാവും വിചാരിച്ചില്ല. ഓക്കെ, നമ്മൾ എനിക്കൊന്ന് ഒരു മാസമായി പ്ലാൻ ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ മാസം നിങ്ങൾ കോമ്പറ്റീഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ആഴ്ച നീണ്ട് ഒരു മാസത്തിന് ശേഷമാണ് നമുക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ ഇറ്റ് വാസ് വെയിറ്റിംഗ് വർത്തായിരുന്നു. നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റി, ഒരുപാട് നിങ്ങളെ പറ്റി അറിയാൻ പറ്റി. സോ പീപ്പിൾ, I hope you guys enjoyed our conversation. There are Sumesh with us. Thank you. Cheers.